ഫാത്തിമാ കൂട്ടായ്മ. മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കിരിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവവചന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിൻ്റെ എല്ലാ പ്രാർത്ഥനകളും നമുക്ക് ഓർത്ത് അനേകങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രത്യേകിച്ച് പ്രിയമുള്ളവരെ, ഒരു ഓണത്തിൻ്റെ ഒരു അവസ്ഥകളൊക്കെ കഴിഞ്ഞ് ആ ഒരു മേഖലയിൽ നിന്നൊക്കെ അനേകങ്ങൾ പലയിടത്തും ചോദിക്കുന്ന ഒരു ചോദ്യങ്ങളൊക്കെ ഉണ്ട്. പലരും വിശ്വാസത്തിൽ നിന്നും പുറകോട്ട് പോകുന്നതും വിശ്വാസത്തിൽ തന്നെ നിലനിൽക്കുന്നതുമായ മേഖലകളുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളൊരിടത്ത് താമസിക്കുമ്പോൾ ഇന്ന് അനേകം ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൽ ഇടവകയിൽ വൈദികരോട് ചോദിച്ചാലും പിതാക്കന്മാരോട് ചോദിച്ചാലും പലരും പറയുന്ന ഒരു മേഖല എങ്ങനെയാണ്, നമ്മൾ കേരളത്തിൽ താമസിക്കുന്നത് കൊണ്ട് കേരളത്തിലെ ദേശീയ ഉത്സവമായ ഓണം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആഘോഷിക്കാം. പല വൈദികരിൽ നിന്നും അതുപോലെ പല പിതാക്കന്മാരിൽ നിന്നുമൊക്കെ കിട്ടുന്ന വലിയൊരു ബോധ്യമാണ്. അനേകങ്ങൾ ഈ ഒരു വിഷയങ്ങളെ ഒറ്റ ഈ ദിവസങ്ങളിലൊക്കെ വലിയ തർക്ക വിഷയങ്ങളായിരുന്നു. പ്രത്യേകിച്ച് ഇന്നലത്തെ ദിവസത്തിൽ ഞാൻ നെയ്യാറ്റിൻകര രൂപതയിൽ ധ്യാനവുമായി ബന്ധപ്പെട്ടായിരിക്കുന്ന സമയങ്ങളിലും ഈ ഒരു മേഖലയെക്കുറിച്ചുള്ളൊരു തർക്ക വിഷയത്തിലൂടെ കടന്നു പോകേണ്ട ഒരവസ്ഥ വന്നു. പ്രിയമുള്ളവരെ, ഈ മണിക്കൂറുകളിൽ ഇവിടെ നിൽക്കുന്ന സമയങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് നൽകുന്ന ബോധ്യങ്ങൾ, അതിനെക്കുറിച്ച് തന്നെ ഒരു ക്ലാരിറ്റി വരുത്തുന്ന ഒരു മേഖലയെക്കുറിച്ച് പറയുവാനാണ് പരിശുദ്ധാത്മാവ് ഒരു ബോധ്യം നൽകുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ക്രിസ്ത്യാനിക്ക് പ്രത്യേകിച്ച് കത്തോലിക്കർക്ക് ഓണം ആഘോഷിക്കുവാൻ ദൈവം അനുവാദം കൊടുത്തിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താണ്? ക്രിസ്ത്യാനിയെ എന്തിനു വേണ്ടിയാണ് ദൈവം വിളിച്ചിരിക്കുന്നത്? എന്തിനു വേണ്ടിയാ ദൈവം ക്രിസ്ത്യാനിയെ വിളിച്ചിരിക്കുന്നത്? എന്താ പറഞ്ഞ മന ശരി തന്നെയാണ്. ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം ക്രിസ്ത്യാനിയെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ക്രിസ്ത്യാനി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ക്രിസ്തുവിനെ അനുഗമിക്കുക. അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ കാൽപ്പാടുകൾ കണ്ട് ദൈവം സഞ്ചരിച്ച വഴികളിലൂടെ, അത് കാൽപ്പാടുകൾ മാത്രമല്ല, ഒരു വ്യക്തി ക്രിസ്ത്യാനിയായി എന്ത് ചെയ്യണം? രൂപാന്തരപ്പെടണം. അവന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തണം. പ്രിയമുള്ളവരെ, മറ്റുള്ളവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ക്രിസ്ത്യാനിക്ക് ചെയ്യുവാനായി ദൈവം എന്ത് ചെയ്തിട്ടില്ല? അനുവാദം കൊടുത്തിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ദൈവമായ കർത്താവിന്റെ കൂടെ ആകുന്നതിന് മുമ്പ് നമുക്കൊരു അടിമത്തത്തിന്റെ മുഖം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അവിടുന്ന് പുറപ്പാടിന്റെ പുസ്തകത്തിൽ അവിടുന്ന് വചനം പറയുന്നുണ്ട്, നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അടിമത്തത്തിന്റെ ചൂളയിൽ നിന്നും, എവിടെ നിന്നാണ്? അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഒരു മേഖലയിൽ നിന്നും നിന്നെ പുറത്തു കൊണ്ടുവന്നു. ആ പുറത്തു കൊണ്ട് നീ വരുന്നതിന് മുമ്പ് വരെ നീ എന്തായിരുന്നു? നീ ഒരു അടിമയായിരുന്നു. ഇന്ന് ഈ ഒരു വിശ്വാസത്തിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരുടെ വിശ്വാസത്തിലേക്ക് കടന്നു കയറി ആഘോഷങ്ങളും കാര്യങ്ങളുമായി കടന്നു വരുമ്പോൾ നീ അതിന്റെ ബന്ധനത്തിൽ അതിന്റെ അടിമയായി മാറുന്ന ഒരവസ്ഥയിലേക്ക് മാറിപ്പോകും. പ്രിയമുള്ളവരെ, മനസ്സിലാക്കുക, ക്രിസ്ത്യാനി എന്തിനു വേണ്ടിയാണോ ഈ ഭൂമിയിൽ ദൈവം ജീവിക്കാൻ അനുവദിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ വിശ്വാസം കണ്ട് അതുപോലെ ജീവിക്കുന്നതിന് വേണ്ടി അല്ല. പിന്നെ എന്തിനു വേണ്ടിയാണ്? നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ നിനക്ക് മറ്റൊരു ദൈവം ഉണ്ടാകരുത് എന്ന് ആരോടാ പറഞ്ഞത്? ക്രിസ്ത്യാനിയോട് ദൈവം പറഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ ക്രിസ്ത്യാനി മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ എല്ലാ വഞ്ചിയിലും കയറി യാത്ര ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. പ്രിയമുള്ളവരെ, ഇതിനെക്കുറിച്ച് ബൈബിൾ എന്താ വെളിപ്പെടുത്തുന്നതെന്ന് നമുക്ക് നോക്കാം. നിയമാവർത്തന പുസ്തകം എടുത്ത് അതിന്റെ 18-ാമത്തെ അധ്യായം 9-ാമത്തെ തിരുവചനം. നിയമാവർത്തന പുസ്തകം 18-ാമത്തെ അധ്യായം 9-ാമത്തെ തിരുവചനം. നിയമാവർത്തനം 4-ാമത്തെ പുസ്തകമാണ്. അത് എടുത്തിട്ട് അതിന്റെ 18-9 കിട്ടിയ ആളെന്ന് ഉച്ചത്തിൽ വായിക്കാമോ? 18-9 വായിച്ചോ. നിന്റെ ദൈവമായ കർത്താവ് തരുന്ന ദേശത്ത് നീ വരുമ്പോൾ ആ ദേശത്തെ ദുരാചാരങ്ങൾ അനുകരിക്കരുത്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പരിശുദ്ധ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഏറ്റവും വലിയൊരു മേഖലയാണ്, നിന്റെ ദൈവമായ കർത്താവ് നൽകിയിരിക്കുന്ന ദേശത്താണ് നീ താമസിക്കുന്നത്. ആ ദേശത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന്റെ പരിശുദ്ധ വചനം നമ്മെ ശക്തമായ രീതിയിൽ ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്, നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകുന്ന ദേശത്ത് നീ വരുമ്പോൾ ആ ദേശത്തെ ദുരാചാരങ്ങളൊന്നും നീ എന്ത് ചെയ്യരുത്? നീ അനുസരിക്കരുത്, നീ അംഗീകരിക്കരുത്, നീ അതിനെ അനുകരിക്കരുത്. കാരണം നീ പറയാണ്, ഇതെല്ലാവരും ചെയ്യുന്നത് കൊണ്ട് ഞാനും ഇവിടെ താമസിക്കുമ്പോൾ എന്ത് ചെയ്യും? എങ്ങനെ? അതുപോലെ ഞാനും അനുകരിക്കും.
എന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എങ്ങനെയാണ്? നിനക്ക് ഞാൻ ഈ ദാനമായി നൽകിയിരിക്കുന്ന ദേശത്ത് നീ താമസിക്കുമ്പോൾ ഈ വരുന്ന ആചാരങ്ങളിലെല്ലാം നീ എന്ത് ചെയ്യരുത്? നീ ആചരിക്കാൻ പാടില്ല. അത് നിനക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. ജ്ഞാനസ്നാനം എന്ന കുദാശ സ്വീകരിച്ച വ്യക്തി മറ്റുള്ളവരെ പോലെ എല്ലാ കാര്യങ്ങളിലും എന്ത് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവാം. എന്താണ് വിഷമം? മറ്റുള്ളവരൊക്കെ നമ്മുടെ കാര്യങ്ങളിലേക്ക് കടന്നു വരുന്നു. എങ്ങനെ? ഒരു ക്രിസ്മസ് ആകുമ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ വരുന്നു, ഈസ്റ്റർ ആകുമ്പോൾ വിളിക്കുമ്പോൾ വരുന്നു, നമ്മുടെ എല്ലാ കാര്യങ്ങളും അവർ പങ്കുചേരുന്നു എല്ലാം. പ്രിയമുള്ളവരെ, അതിന്റെ കാരണം എന്താണ്? അപ്പോൾ അവർക്ക് നമ്മളോടൊരു വിഷമം ഉണ്ടാവത്തില്ല. അവരുടെ കാര്യങ്ങളിൽ അവർ വിളിക്കുമ്പോൾ നമ്മൾ പോകാതിരുന്നാൽ. അതിനെക്കുറിച്ച് പരിശുദ്ധ ബൈബിൾ എന്താ പറഞ്ഞിരിക്കുന്നത്? യേശുക്രിസ്തു എന്തിനു വേണ്ടിയാണ് ഈ ഭൂമിയിൽ ജീവിച്ചത്? സകല മനുഷ്യരുടെയും പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സകലർക്കും വേണ്ടി പറവാക്കി സകലർക്കും പാപമോചനം നൽകുന്നതിനുണ്ട്. അല്ല ക്രിസ്ത്യാനിക്ക് മാത്രം പാപമോചനം നൽകാനാണോ? അല്ല, പിന്നെയോ സകലർക്കും എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലേക്ക് തിരിയുന്ന ഒരു വ്യക്തിക്ക് എന്തുണ്ട്? പാപമോചനമുണ്ട്. ഒരു ഹാലലിയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, മനസ്സിലാക്കുക, എല്ലാ വഞ്ചിയിലും കയറി യാത്ര ചെയ്യുവാൻ ക്രിസ്ത്യാനിക്ക് ദൈവം അനുവാദം കൊടുത്തിട്ടില്ല. പ്രിയമുള്ളവരെ, സങ്കീർത്തനം 106 35-36 എടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ ക്ലാരിഫൈ ആയിട്ട് വരും. 106 സങ്കീർത്തനം അതിന്റെ 35-36 അവിടുന്ന് പരിശുദ്ധ വചനം പറയുന്നത് ഇങ്ങനെയാണ്: അവർ അവരോട് ഇടകലർന്ന് അവരുടെ ആചാരങ്ങൾ ശീലിച്ചു. കണ്ടോ? പരിശുദ്ധ വചനം പറയാണ് അവർ അവരോട് ഇടകലർന്നു. ഇടകലരുക എന്ന് പറഞ്ഞാൽ എന്താണ്? ചേർന്ന് ജീവിക്കുക. ഈ ഭൂമിയിൽ ആരോട് നമുക്ക് ചേർന്ന് ജീവിക്കാം? കാരണം എന്താ? എന്റെ അയൽക്കാരൻ ആരാണ് എനിക്ക്? എന്റെ സഹോദരൻ. പ്രിയമുള്ളവരെ, ബൈബിൾ പറയുന്നത് ഒരു അമ്മയുടെ ഉദരത്തിൽ ഉരുവായത് കൊണ്ടല്ല സഹോദരനാകുന്നതാണോ? അല്ല, പിന്നെയോ എന്റെ മുന്നിലും പിന്നിലും എന്റെ ദേശത്തുള്ളവരെല്ലാം എനിക്കാരാ? എന്റെ സഹോദരങ്ങളാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കുക, എന്റെ ദേശത്തുള്ളവരെ ഞാൻ മാറ്റി നിർത്തണമെന്നോ അവര് വേറെ വിശ്വാസമായിട്ട് അവരോട് സഹകരിക്കരുതെന്നോ അവരോട് സംസാരിക്കരുതെന്നോ ആണോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെയാണോ? ഒരിക്കലും അല്ല. പിന്നെ എന്താണ്? നമുക്ക് ഈ ലോകത്തിലുള്ള എല്ലാവരുമായിട്ട് സഹകരിക്കാം, എല്ലാവരുമായിട്ട് സംസാരിക്കാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. പക്ഷെ നമ്മുടെ വിശ്വാസം അതെന്ത് ചെയ്യരുത്? അത് കൂട്ടിക്കലർത്താൻ ദൈവം നമുക്ക് അനുവാദം തന്നിട്ടില്ല. പ്രിയമുള്ളവരെ, വിശ്വാസത്തിൽ നീ ഉറച്ചു നിന്നാൽ നിന്റെ ജീവിതം ദൈവത്തിന്റെ മുന്നിൽ അനുഗ്രഹമായിരിക്കും. മറിച്ച് നിന്റെ വിശ്വാസത്തിൽ നീ കോംപ്രമൈസ് ചെയ്താൽ അവിടെ നിന്റെ പതനം തുടങ്ങും. ചേർന്ന് പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുക, ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ദൈവത്തിന്റെ ഛായയിലും സദൃശ്യത്തിലുമുള്ള ജീവിതമാണ്. പ്രിയമുള്ളവരോട് പറയാണ് അവർ അവരോട് ഇടകലർന്ന് അവരുടെ ആചാരങ്ങൾ ശീലിച്ചു. കണ്ടോ? അവര് ഇടകലർന്ന് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ ആചാരങ്ങൾ നമ്മളിലേക്ക് വന്നു. വീണ്ടും പറയാണ്, അവർ അവരുടെ ആചാരങ്ങൾ ശീലിച്ചു, അവരുടെ വിഗ്രഹങ്ങളെ അവർ സേവിച്ചു. അതവർക്ക് എന്തായി തീർന്ന്? കെണിയായി തീർന്ന്. നിങ്ങൾ മനസ്സിലാക്കണം, മറ്റുള്ളവരുടെ വിശ്വാസവും അവരുടെ ജീവിതത്തെയും കോപ്പി അടിച്ച് അതുപോലെ ജീവിക്കാനല്ല ക്രിസ്ത്യാനിക്ക് ദൈവം അനുവാദം കൊടുത്തിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ചോദിക്കാം, എന്തുകൊണ്ടാണ് ഇന്ന് ഇതിനെ കുറിച്ചൊക്കെ? കാരണം എല്ലാ വർഷത്തിലും ഓണത്തിന് നമ്മൾ ഒരുപാട് വീഡിയോകൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നതാണ്. എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞത്, ഇങ്ങനെ ഒരു വിഷയം തന്നെ എടുത്തതിന്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പള്ളിയിൽ ഇന്ന് ആമുഖം വായിച്ചത് എങ്ങനെയായിരുന്നു വായിച്ചത്? ആമുഖം. ഇന്നത്തെ കുർബാനയില് ആമുഖം വായിച്ചത് എങ്ങനെയാണ്? നമുക്കെല്ലാവർക്കും എണീറ്റ് നിന്നുകൊണ്ട് മഹാബലിയെ വരവേൽക്കാം. പ്രിയമുള്ളവരെ, മധുബായിൽ കയറി നിന്നുകൊണ്ട്, ദേവാലയത്തിന്റെ വിശുദ്ധ ബലിപീഠത്തിൽ കയറി നിന്നുകൊണ്ട് ഒരു വ്യക്തി മൈക്കിലൂടെ വായിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഓണത്തിന്റെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട മഹാബലിയെ വരവേൽക്കാം. പ്രിയമുള്ളവരെ, ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇത് ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രം പറയുന്ന ഒരു ടോക്കാണ്. ഇത് അനേകങ്ങൾ എന്നോട് ചോദിച്ചു ഇതിനെ കുറിച്ച്. അതുകൊണ്ട് പല രാജ്യങ്ങളിൽ നിന്ന് കേൾക്കുന്ന നിങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധ വചനം ഇന്ന് നിങ്ങളോട് പറയണമെന്ന് ഈ ഒരു മേഖല പറഞ്ഞതുകൊണ്ട് പ്രിയമുള്ളവരെ പറയാണ്, മഹാബലിയെ വരവേൽക്കാൻ മഹാബലി ആരാണെന്ന് നീ ആദ്യം തീരുമാനിക്കണം. ജ്ഞാനസ്നാനം എന്ന കുദാശയിലൂടെ വിശുദ്ധ കുർബാന സ്വീകരിച്ച് ജീവിക്കുന്ന നിനക്ക് പാതാളത്തിൽ നിന്ന് വരുന്നവനെ സ്വീകരിക്കുവാൻ ദൈവം നിനക്ക് അനുവാദം തന്നിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പോഴാണ് ഇവിടെ ഒരു ദേവാലയത്തിൽ നിന്നുകൊണ്ട്, ദേവാലയം എന്ന് പറഞ്ഞാൽ എന്താണ്? വിശുദ്ധ ബലി അർപ്പിക്കാൻ പോവുകയാണ്. ആ വിശുദ്ധ ബലി അർപ്പിക്കുന്നിടത്ത് പറയുകയാണ്, എന്താ പറയുന്നത്? മഹാബലിയെ വരവേൽക്കാനായിട്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം എല്ലാവരും. പ്രിയമുള്ളവരെ, ഇത് ശരിയായ ഒരു പ്രവണതയാണ്, ഒരു യാഥാർത്ഥ്യമാണ് ഈ പറഞ്ഞ കാര്യം. മഹാബലിയെ വരവേൽക്കാനായിട്ട് കത്തോലിക്കന് ദൈവ അനുവാദം കൊടുത്തിട്ടുണ്ടോ? ആരാണ് മഹാബലി? കേരളത്തിലെ ദേശീയ ഉത്സവമാണ് ഓണം. ഓക്കെ,
ഓണം ആഘോഷിക്കുന്നു, ഓക്കെ. പക്ഷേ മഹാബലിയും അതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളിലേക്കും ക്രിസ്ത്യാനിക്ക് കടന്നു പോകാൻ ദൈവം അനുവാദം കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ ഒരു അനുവാദം ദൈവം കൊടുക്കാത്ത സ്ഥിതിക്ക് ഈ പറഞ്ഞ കാര്യം കേട്ടിട്ട് പോലും അവിടുത്തെ വികാരിയച്ഛൻ പോലും എന്ത് ചെയ്യുന്നില്ല, ഇത് തിരുത്താനായിട്ട് തയ്യാറാകുന്നില്ല. ഇതെല്ലാവരും കേട്ടോണ്ട് നിന്ന് കൈയടിച്ച് സന്തോഷിക്കുകയാണ്. യേശു ക്രിസ്തു ആരാണെന്ന് അറിയാത്ത രീതിയിൽ ചില പള്ളികളിലൊക്കെ വിളിച്ചു പറയാണ്, ഇന്ന ദിവസങ്ങളിൽ തിരുനാൾ കുർബാനയാണ്. എന്തൊരു കുർബാനയാ? തിരുനാൾ കുർബാന എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? പക്ഷെ ഇവിടെ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് എന്തിനാണ്? തിരുവോണ കുർബാന. തിരുനാൾ കുർബാന നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ തിരുവോണ കുർബാന കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ പറയാണ്, ഇന്ന് നാളെ ഇത്ര മണിക്ക് എന്തൊരു കുർബാനയാണ്? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് വിഷമങ്ങൾ ഉണ്ടാകാം, എന്നാലും എൻ്റെ ദൈവം എനിക്ക് നൽകുന്ന ബോധ്യങ്ങൾ എല്ലാവരും കേട്ടണം. ഇന്ന് ഈ ശുശ്രൂഷ അനേകങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, പ്രിയമുള്ളവരെ, നിനക്ക് ഊഞ്ഞാലെ ആടുന്നതിന് വേണ്ടിയാണോ നിന്റെ സർവശക്തനായ രക്ഷകനായ ദൈവം നഗ്നനാക്കപ്പെട്ടത്? നിന്റെ ജീവിതത്തിൽ നിനക്ക് ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയാണോ ശക്തമായി വെയിറ്റുള്ള ഒരു ലോഹങ്ങളാൽ ബന്ധിക്കപ്പെട്ട ഒരു വസ്തു കൊണ്ട് അത് നിന്റെ ശരീരത്തിലേക്ക്, അവന്റെ ശരീരത്തിലേക്ക് ആഞ്ഞു തറച്ചിട്ട് അത് പിടിച്ചെടുക്കുമ്പോൾ ശരീരത്തിലുണ്ടായിരുന്ന മുഴുവൻ മാംസവും ചിതറിപ്പോകുന്ന രീതിയിൽ അത്രത്തോളം വേദന അവൻ സഹിച്ചത്? പ്രിയമുള്ളവരെ, ചമ്മട്ടി എന്ന് പറയുന്ന ഈശോയുടെ ശരീരത്തിലേക്ക് തറച്ച ആ വസ്തു, ആ ഉപയോഗിക്കുന്ന മേഖല, അത് ഭാരമുള്ള ഒരു ദണ്ഡാണ്. അതിന്റെ അറ്റത്ത് മുഴുവനും മുള്ളുകൾ കൊണ്ടാണ് തറച്ചിരിക്കുന്നത്. അത് കർത്താവിന്റെ ശരീരത്തിൽ പതിച്ചിട്ട് അത് വലിച്ചെടുക്കുമ്പോൾ അവന്റെ ശരീരത്തിൽ നിന്ന് മാംസങ്ങളെല്ലാം ചിതറി അവൻ ഉച്ചത്തിൽ നിലവിളിക്കുമ്പോൾ അത് കേട്ടുകൊണ്ട് ഞാൻ പറയാണ്, തിരുനാൾ കുർബാനയ്ക്ക് പകരം എന്തൊരു കുർബാനയാണ്? തിരുവോണ കുർബാന. ഇതാണ് പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിനക്ക് ബലിയർപ്പിക്കുവാൻ ദൈവം നൽകിയിരിക്കുന്ന ബലിയിൽ പോലും നീ കുർബാന കയറ്റിക്കൊണ്ട് ദൈവത്തെ ഇത്രത്തോളം അസഹ്യമാക്കുന്ന രീതിയിൽ. പ്രിയമുള്ളവർ, നിനക്ക് വേണ്ടി ഏത് മഹാബലിയാ മരിച്ചത്? ആരാ നിനക്ക് വേണ്ടി പാപപരിഹാരം ചെയ്തത്? നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകളിൽ നീ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഇറങ്ങി വന്ന് നിന്നെ രക്ഷിക്കുന്ന ഒരു ദൈവം ആരാണ്? ഇവിടെയാണ് നീ മനസ്സിലാക്കേണ്ടത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ഒരു 10-15 വർഷങ്ങളായി കാണും. ഇതിനു മുമ്പ് ഒരിക്കലും നിങ്ങൾ മീഡിയയിലൂടെയൊക്കെ കണ്ടു കാണും. എവിടെയാണ്? അങ്കമാലി എറണാകുളം രൂപതയില് അവിടുത്തെ വൈദികര് അവിടെ വസ്ത്രങ്ങളൊക്കെ, പുരോഹിതന്മാർ ധരിക്കേണ്ട വസ്ത്രങ്ങളൊക്കെ മാറ്റി, കുർബാന വസ്ത്രങ്ങളൊക്കെ മാറ്റി, അതിന് പകരം സെറ്റുമുണ്ടും നേരിയതും ഒക്കെ ഇങ്ങനെ ദേഹത്തൊക്കെ ചുറ്റി ചന്ദനങ്ങളൊക്കെ പൂശി അവർ വിശുദ്ധ ബലിപീഠത്തിൽ കയറി എന്ത് ചെയ്ത് കുർബാന അർപ്പിച്ച് ഓണപ്പാട്ടുകളൊക്കെ പാടി നല്ല രീതിയിൽ തുള്ളിക്കളിച്ച ഒരു കാര്യം അന്ന് മീഡിയയിലൊക്കെ വന്ന് പലരും കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പലരും ചോദിച്ചു. പ്രിയമുള്ളവരെ, അന്ന് അതിനെതിരെ ആരും സംസാരിച്ചില്ല. പിതാക്കന്മാരൊന്നും അതിനെതിരെ എതിർത്ത് പറഞ്ഞില്ല. ആരും ആരെ കുറിച്ച് പറഞ്ഞതൊന്നും കേട്ടില്ല. പ്രിയമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ന് ഈ എറണാകുളം അതിരൂപത, ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അവിടുത്തെ അവസ്ഥ ഇങ്ങനെയാണ്. അവിടെ പിതാക്കന്മാരും വൈദികരും തമ്മിൽ 2 ചേരിയായി. ജനം അവരെ ആരെയും അംഗീകരിക്കുന്നില്ല. ബലിപീഠത്തെ പോലും മറിച്ചിട്ടുകൊണ്ട് ബലി വസ്തുക്കളെ എടുത്ത് എറിഞ്ഞുകൊണ്ട് അവിടെ ഇന്ന് അവഹേളന പാത്രമായി തീരുന്ന ഒരവസ്ഥയിലേക്ക് പോയി. പ്രിയമുള്ളവർ, ഇത് എങ്ങനെ സംഭവിച്ചു? എങ്ങനെയാണ് ഇത്? എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ മേഖലകളിലേക്ക് കടന്നു വന്നു? പ്രിയമുള്ളവരെ, അവിടുന്ന് നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ന് ഈ ദിവസങ്ങളിൽ വിശുദ്ധ ബലി അർപ്പിക്കുന്ന സമയങ്ങളിൽ, വിശുദ്ധ ബലിക്ക് മുമ്പ് ആമുഖ പ്രാർത്ഥനയിൽ വായിക്കുകയാണ്, നമുക്ക് മഹാബലിയെ വരവേൽക്കാം. അതിനുവേണ്ടി ജനസമൂഹത്തിനോട് പറയാണ് എണീറ്റ് നിൽക്കാൻ. പ്രിയമുള്ളവരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രത്തോളം ഒരു മഹാബലിയെ ഒരു ഇടവകയിൽ ഒരു ബലിപീഠത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവരുവാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നതിന് വേണ്ടി ഇവിടെ നിങ്ങൾ ഒരു വചനം നമുക്കിവിടെ ഒന്ന് കോട്ട് ചെയ്ത് നോക്കാം. പുറപ്പാടിന്റെ പുസ്തകം 32-ാമത്തെ അധ്യായം 21-ാമത്തെ തിരുവചനം. പുറപ്പാട് 32:21. കിട്ടിയ ആൾ ഉറച്ചൊന്ന് വായിക്കാമോ? അവിടെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, മോശ അഹരോനോട് ചോദിച്ചു, നീ ഈ ജനത്തിന്റെ മേൽ ഇത്ര വലിയൊരു പാപം വരുത്തി വയ്ക്കാൻ അവർ നിന്നോട് എന്ത് ചെയ്തു? പ്രിയമുള്ളവരെ, പരിശുദ്ധ വചനം പറയാണ്, ഇവിടെ ശ്രദ്ധിക്കണം. പരിശുദ്ധ വചനം പറയാണ്, മോശ അഹരോനോട് ചോദിച്ചു. ആരോട് ചോദിച്ച? അഹരോനോട് ആരാ ചോദിച്ചത്? മോശ ചോദിക്കാൻ. എന്താ ചോദിച്ചെന്താണ്? നീ ഈ ജനത്തിന്റെ മേൽ ഇത്ര വലിയ പാപം വരുത്തി വയ്ക്കാൻ അവർ നിന്നോട് എന്ത് ചെയ്തു? പ്രിയമുള്ളവരെ, അഹരോനോട് ചോദിക്കുകയാണ്, നീ എന്ത് പാപം ഇവിടെ വരുത്തി വെച്ച? എന്താണ് നിങ്ങൾക്ക് അറിയാമോ ഇതിനെ കുറിച്ച്? എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? പ്രിയമുള്ളവരെ, പുറപ്പാടിന്റെ പുസ്തകം 32-ാമത്തെ അധ്യായത്തില് ദൈവമായ കർത്താവിന്റെ മുന്നിലേക്ക് മോശ കയറിപ്പോയി. എന്തിനു വേണ്ടിയാ പോയത്?
ദൈവത്തിന്റെ മുന്നിലിരുന്ന് സംസാരിക്കാനായി. ഈ സമയത്ത് ദൈവജനം ദൈവത്തെ അവിടുന്ന് മോശയെ കാണാഞ്ഞതിന്റെ പേരിൽ അഹറോനോട് പറയാണ്, ഞങ്ങൾക്ക് വേണ്ടി ഒരു വ്യക്തി ഉണ്ടായിരുന്നു മോശ, അവനൊരു പ്രവാചകൻ, അവനെ കുറിച്ച് അവൻ എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, ഞങ്ങൾക്കൊരു കാളക്കുട്ടിയെ നീ ഉണ്ടാക്കി തരണം. പ്രിയമുള്ളവരെ, ആരാ പറയുന്നത്? ജനം. മനസ്സിലായില്ല? ജനം പറയാണ്. ആരോടാ? അല്ല, അഹറോനോട് പറയാണ്. കാരണം മോശയാണ് പ്രവാചകൻ, മോശ ദൈവസന്നിധിയിലേക്ക് കടന്നുപോയി. ഈ സമയത്താണ് അവിടെ പറയുന്നത്. എന്തോ പറയുന്നത്? ഈ മോശയെ കാണുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ആരാധിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് നീ എന്ത് ചെയ്യണം, ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി തരാം. പുറപ്പാടിന്റെ പുസ്തകത്തിൽ പറയാണ് 32. പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവിന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് മോശ കാണുവാണ്. എന്താ കാണുന്നത്? എന്താണ്? ഇവര് കാളക്കുട്ടിയെ ഉണ്ടാക്കി ആ കാളക്കുട്ടിയുടെ വിഗ്രഹം കൊണ്ട് തുള്ളി ചാടുന്നതായിട്ട്. എന്ത് ചെയ്യാണ്? തുള്ളി കളിക്കുന്നത്. ഇന്ന് ഇത് തന്നെ ഇല്ലേ? വലിയ അത്തപ്പൂക്കളങ്ങളും കാര്യങ്ങളും എല്ലാം ഇട്ടുകൊണ്ട് മധുവായിൽ നിന്ന് അവിടുന്ന് ബലിപീഠത്തിന്റെ മുന്നിൽ കിടന്ന് തുള്ളി കളിക്കുകയാണ് എല്ലാവരും. ഇത് കണ്ടിട്ട് പുരോഹിതനോട് കർത്താവ് ചോദിക്കും. എന്ത് ചോദിക്കും? അഹറോനോട് മോശ ചോദിച്ചതുപോലെ. മോശ എന്താ ചോദിച്ചത്? എന്താണ്? ഇപ്പൊ നമ്മൾ വായിച്ചില്ലേ? മോശ അഹറോനോട് ചോദിച്ചു, നീ ഈ ജനത്തിന്റെ മേൽ ഇത്ര വലിയ പാപം വരുത്തി വെക്കാൻ അവർ നിന്നോട് എന്ത് ചെയ്തു? പ്രിയമുള്ളവരെ, ആലോചിച്ച് നോക്കിയേ. ദൈവത്തിന്റെ പ്രതിപുരുഷനാണ് ആരാണ്? പുരോഹിതൻ. പുരോഹിതനെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്തിനാണ്? അവർക്ക് ആവശ്യമുള്ള ജ്ഞാനം കൊടുക്കുന്നതിന് വേണ്ടി. പ്രിയമുള്ളവരെ, എവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ദൈവജനത്തിന് ജ്ഞാനമില്ലാതായി കഴിഞ്ഞാൽ പുരോഹിതൻ നേർവഴിക്ക് നടത്തണം. എന്നാൽ ഇവിടെ ആകട്ടെ, ഈ ജനം തിന്മ ചെയ്തിട്ട് അഹറോനോട് മോശ ചോദിക്കുകയാണ്, ഇവരൊരു തിന്മ ചെയ്യിപ്പിക്കാൻ ഇവർക്ക് കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുത്തപ്പം ദൈവത്തിന്റെ ഉഗ്രകോപം ഇറങ്ങി ഈ ജനത്തിനെല്ലാം എന്ത് ചെയ്യും? ദൈവം നശിപ്പിക്കുമെന്ന് ആർക്കറിയാം? മോശയ്ക്കറിയാം. അതുകൊണ്ടാണ് മോശ ചോദിക്കുന്നത്, അഹറോനോട് ചോദിക്കുന്നത്, ഈ ജനത്തിനെതിരെ നീ എന്തിനാണ് ഈ ജനത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി? പ്രിയമുള്ളവരെ, അവിടുന്ന് ചോദിക്കുകയാണ്. മോശ അഹറോനോട് ചോദിച്ചു, നീ ഈ ജനത്തിന്റെ മേൽ ഇത്ര വലിയൊരു പാപം കണ്ടോ? ഇത് വലിയൊരു പാപമാണ്. ഈ ജനം അറിയില്ല, ഇവരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുകയാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് വ്യക്തി പിശാചാണെന്ന് മനസ്സിലാക്കാൻ ആർക്കറിയില്ല? അവിടുന്ന് അഹറോന് മനസ്സിലായില്ല. പ്രിയമുള്ളവരെ, അഹറോനോട് ചോദിച്ചു, നീ ഈ ജനത്തിന്റെ മേൽ ഇത്ര വലിയ പാപം വരുത്തി വെക്കാൻ ഈ ജനം നിന്നോട് എന്ത് ചെയ്തു? ഇത് തന്നെയാണ് കർത്താവ് ഈ ദിവസങ്ങളിൽ നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുക, ദൈവമായ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ കൃപ എന്ന് പറയുന്നത്, നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ നിനക്ക് മറ്റൊരു ദൈവമില്ല. നിന്റെ ദൈവമായ കർത്താവ് ഞാനാണെങ്കിൽ ആ ഞാനാകുന്ന ദൈവത്തെ മാത്രമേ നീ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആരാധിക്കാൻ പറ്റുള്ളൂ. നീ ബലിപീഠത്തിൽ നിൽക്കുമ്പോൾ നിന്റെ ദൈവത്തിന്റെ മുന്നിൽ നീ പറയേണ്ടത് ആരെ വരവേൽക്കാനാ? യേശു ക്രിസ്തുവിനെ വരവേൽക്കാനാണ് നീ നിൽക്കേണ്ടത്. പ്രിയമുള്ളവരെ, 2025 വർഷങ്ങൾക്ക് മുമ്പ് ഗാഗുത്താ മലയിലെ കുരിശിൽ അവൻ 3 ആണികളിൽ മരിച്ചത് നിനക്ക് കൈകൊട്ടി കളിക്കാനല്ല, നിനക്ക് ഊഞ്ഞാലാടി സന്തോഷിക്കാനല്ല, നിന്റെ ജീവിതത്തിൽ പ്രമാണ ലംഘനത്തിന് വേണ്ടിയല്ല. പ്രിയമുള്ളവരെ, ബലിപീഠത്തിലും പള്ളിയിലും ഒന്നും ഈ വസ്തുക്കളൊന്നും കയറ്റാൻ പാടില്ല എന്ന് പല പുരോഹിതന്മാരും പ്രസംഗിക്കുമ്പോഴും ദൈവജനം ഇതിൽ നിന്ന് എന്ത് ചെയ്യുന്നില്ല? അകന്നു പോകുന്നില്ല. ഇവിടെ നമുക്ക് സാമൂൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകം 3:13 എടുക്കാമോ? സാമൂൽ 1:13 എടുക്കാമോ? 3:13. അതിൽ വചനം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, മക്കൾ ദൈവദൂഷണം പറയുന്ന കാര്യം അറിഞ്ഞിട്ട് അവരെ തടയാഞ്ഞത് മൂലം ഞാൻ അവന്റെ കുടുംബത്തിന്റെ മേൽ എന്നേക്കുമായി ശിക്ഷാവിധി അയക്കുന്നു. എങ്ങനെയാണ് ശിക്ഷാവിധി? പ്രിയമുള്ളവരെ, വചനം പറയാണ്, മക്കൾ ദൈവദൂഷണം പറയുന്ന കാര്യം അറിഞ്ഞിട്ട് അവരെ തടയാത്തത് മൂലം. ഇവിടെ ദൈവദൂഷണം ആരാ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ മക്കൾ എന്ന് പറഞ്ഞാൽ ഇടവക ജനം പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അവരെ തിരുത്താത്തത് മൂലം എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്? ശിക്ഷാ നടപടി ദൈവത്തിൽ നിന്നും ഉണ്ടാകുമെന്ന്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുക, കർത്താവിന്റെ ഹിതമല്ലാത്ത ഓരോ പ്രവൃത്തിയിലേക്കും ദൈവം നമ്മളെ കടന്നു പോകുവാനായിട്ട് അനുവദിക്കില്ല. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ മുന്നിൽ വിശുദ്ധരും പരിശുദ്ധരുമായിരിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം എന്ത് ചെയ്യുന്നത്? നമ്മെ വേർതിരിച്ചിരിക്കുന്നത്, നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. വിശുദ്ധ പത്രോസിന്റെ പുസ്തകം 1 പത്രോസ് 5:8-9 ഒന്ന് വായിക്കാമോ? വിശുദ്ധ പത്രോസ് ശ്ലീഹ എഴുതിയ പുസ്തകം 5-ാമത്തെ അധ്യായം 8-9 തിരുവചനങ്ങൾ ഒന്ന് വായിക്കാമോ? വചനം ഇങ്ങനെയാണ്, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. പ്രിയമുള്ളവരെ, വചനം പറയാണ്, നിങ്ങളുടെ ശത്രുവായ പിശാച്. ആ പിശാച് എന്ത് ചെയ്യുന്ന പറഞ്ഞത്? അലറുന്ന സിംഹത്തെ പോലെ. എങ്ങനെയാണ് അലറുന്ന സിംഹം എന്ന് പറഞ്ഞിരിക്കുന്നത്? എന്താണ് അലറുന്ന സിംഹം എന്ന് പറഞ്ഞാൽ? എന്താണ് പറ. ആ അലറുന്ന സിംഹം
അത് ആക്രമിക്കും, അത് നശിപ്പിക്കും. കാരണം സിംഹം അലറുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഭയാനകമായ അവസ്ഥയാണ്. പ്രിയമുള്ളവരോട് വചനം പറഞ്ഞിരിക്കുകയാണ്, ഇത്രത്തോളം അലറുന്ന സിംഹത്തിന്റെ അവസ്ഥയിൽ പിശാച് നിന്റെ ചുറ്റും കടന്ന് കറങ്ങിയിട്ടും പിശാച് അലറുന്നത് പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റും നടക്കുന്നു. ഇവിടെ എന്താ വചനം പറഞ്ഞിരിക്കുന്നത്? വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവേൻ. ഒരു ഹാലലിയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ, ഹാലലിയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ വചനം പറയാണ്, ഇവിടെ പൈശാചിക ശക്തി നടനമാടുന്ന മേഖലകളിൽ വിശ്വാസത്തിന്റെ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് വേണം നീ എന്തിനാ അതിനെതിരെ പോരാടാൻ. അല്ലാതെ പ്രശ്നങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി ചെന്ന് വഴക്കുണ്ടാക്കാനാണോ, പ്രശ്നം ഉണ്ടാക്കാനാണോ? ഇന്നൊരു വ്യക്തിയെടുത്ത് ഞാനിങ്ങനെ, ഒരു വ്യക്തി ഈ ദിവസങ്ങളിൽ എന്നെ കണ്ട് ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ എന്നോട് പറയുകയാണ്, ബ്രദറെ, ഞാന് മദ്യപാനം നിർത്തിയിട്ട് കുറെ കാലങ്ങളായി, കുറെ വർഷങ്ങളായിട്ട് ഞാൻ മദ്യപാനം ഇല്ല. ഞാൻ അപ്പോൾ ആ വ്യക്തിയോട് പറഞ്ഞു, ഇപ്പം നല്ല ഫിറ്റായിട്ടാണല്ലോ നിൽക്കുന്നത്. അതാ ബ്രദറെ ഞാൻ പറഞ്ഞു വരുന്നത്, വർഷങ്ങളായിട്ട് ഞാൻ മദ്യപാനം നിർത്തിയിരുന്നതാണ്. എൻ്റെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ട് ഈ ഓണമായപ്പം ഗൾഫിൽ നിന്ന് വന്ന് അവൻ ഏതാണ്ട് കൊണ്ടുവന്ന ആ മദ്യത്തിന് ഏതാണ്ട് 5000 രൂപ വിലയുള്ള മദ്യമാണ്. ഞാൻ ഇന്ന് വരെ അത് കണ്ടിട്ടില്ല. അവൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് എന്നെ നിർബന്ധിക്കുക. നിർബന്ധിക്കുന്നത് എന്തുവാ? കുടിക്കാൻ. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, എന്ത് പറഞ്ഞിട്ടും എനിക്ക് അവനെ ഒഴിവാക്കാൻ പറ്റാഞ്ഞതിന്റെ പേര് അവസാനം അവന്റെ സന്തോഷത്തിന് വേണ്ടി, എങ്ങനെ അവന്റെ സന്തോഷത്തിന് വേണ്ടി അതിൽ നിന്നും ഞാൻ 2 ഗ്ലാസ് മദ്യം കുടിച്ചു. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, 12 വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ പൂർണ്ണമായ മദ്യപാനം മാറുവാൻ ധ്യാനം കൂടി കുമ്പസരിച്ച് നല്ല ജീവിതം തെരഞ്ഞെടുത്ത് നടക്കുന്നതിന്റെ ജീവിതത്തിൽ ഒരു വ്യക്തി ഏറ്റവും വില കൂടിയ മദ്യം കൊണ്ടുവന്നപ്പോൾ ആ മദ്യത്തോട് ആസക്തി തോന്നിക്കൊണ്ട് നീ ആ ജീവിതത്തിൽ ഇറങ്ങിപ്പോയെങ്കിൽ അവിടെ എന്തായിരിക്കാം അതിന്റെ ഒരു അവസ്ഥ? നിങ്ങൾ എന്ത് പറയും? എങ്ങനെയായിരിക്കും എൻ്റെ ഒരു അവസ്ഥ? പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, 12 വർഷമായി മദ്യപാനം നിർത്തിയിരുന്ന വ്യക്തി വീണ്ടും മദ്യാസക്തിയിലേക്ക് കടന്നു പോകുവാൻ എന്ത് കാരണമെന്ന് ചോദിച്ചപ്പോൾ ഈശോ എനിക്ക് വെളിപ്പെടുത്തി തന്നെ എന്താണെന്ന് അറിയാമോ? പ്രിയമുള്ളവരെ, നിന്റെ ജീവിതത്തിൽ നീ കർത്താവിനെ ലഹരിയാക്കി മാറ്റണം. ചേർന്ന് പറഞ്ഞേ, ഒരു ഹാലലിയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുക, ജീവിതത്തിന്റെ തലങ്ങളിൽ ഈശോ എനിക്ക് എന്തായി മാറണം? ലഹരിയായി. എന്തിന്റെ ലഹരിയാ? എന്തിന്റെ ലഹരിയാ? ക്രിസ്തു എന്റെ ശ്വാസമായി മാറണം, എന്റെ ജീവനായി മാറണം, എന്റെ ജീവിതത്തിലേക്ക് എല്ലാമായി ക്രിസ്തു മാറണം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞില്ലേ, കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ. കൂടുതൽ വില. കാരണം എന്നാൽ ഈ ഭൂമിയിൽ കാണുന്ന എല്ലാത്തിനേക്കാൾ വിലയുള്ളതായി എനിക്ക് എന്ത് തോന്നുന്നു? എന്ത് തോന്നുന്നു? എന്താ തോന്നുന്നത്? കർത്താവിന്റെ ജ്ഞാനം. പ്രിയമുള്ളവരെ, മനസ്സിലാക്കുക, ദൈവത്തിന്റെ ജ്ഞാനം എനിക്ക് എല്ലാത്തിനേക്കാൾ ഏറ്റവും മൂല്യമുള്ളതായി തോന്നുന്നത് കൊണ്ടാണ് മറ്റുള്ളതിനെ എല്ലാം ഞാൻ എന്ത് ചെയ്യും? ഞാൻ എല്ലാത്തിനെയും നിർത്തും. എപ്പോഴാ? കർത്താവ് എനിക്ക് അത്രയ്ക്കും ഇമ്പോർട്ടന്റ് ആയി വരുമ്പോൾ. പ്രിയമുള്ളവരെ, ക്രിസ്തു എനിക്ക് എങ്ങനെയാ ഇമ്പോർട്ടന്റ് ആയി മാറുന്നത്? ക്രിസ്തു എന്റെ ജീവനായി മാറണം, എന്റെ ജീവിതമായി മാറണം. ജീവനായും ജീവിതമായും ക്രിസ്തു മാറുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളോടൊക്കെ എന്ത് പറയേണ്ടി വരും? ഗുഡ് ബൈ പറയേണ്ടി വരും. പക്ഷേ അങ്ങനെ ഗുഡ് ബൈ പറയുമ്പോൾ നമുക്കൊരു ബോധ്യം ഉണ്ടാകണം. എന്താണ്? ഈശോ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തു എന്നോട് പറഞ്ഞിരിക്കുന്നത്, നീ എല്ലാത്തിനേക്കാൾ ഉപരി നീ എന്നെ സ്നേഹിക്കുമ്പോൾ സകലതും നിനക്ക് എന്തായി മാറും? അനുഗ്രഹമായി മാറും. നമ്മുടെ ജീവിതത്തിൽ ചില ബന്ധങ്ങള്, ചില കൂട്ടുകെട്ടുകള്, ചില അവസ്ഥകളൊക്കെ നമ്മൾ ക്രിസ്തുവിനെ പ്രതി ചെയ്യേണ്ടി വരും, ഉപേക്ഷിക്കേണ്ടി വരും. ഉറപ്പാ, ചില ബന്ധങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും ക്രിസ്തുവിനെ പ്രതി. നമ്മൾ മനസ്സിലാക്കുക, അത് ഉപേക്ഷിക്കണം എന്നുള്ളത് ആര് പദ്ധതിയാണ്? ദൈവത്തിന്റെ പദ്ധതിയാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ബോധ്യമാണ്. ചില മേഖലകൾ നിന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറണമെങ്കിൽ ചില കൂട്ടുകെട്ടുകള്, ചില ബന്ധങ്ങള്, ചില അവസ്ഥകള്, ചില ജോലികള്, ചില ജീവിതത്തിന്റെ പ്രാരാബ്ധ മേഖലകളെല്ലാം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ക്രിസ്തുവിനെ പ്രതി. പ്രിയമുള്ളവരെ, എനിക്ക് ക്രിസ്തു ഒരു ലഹരിയായി മാറിക്കഴിഞ്ഞാൽ ഒരിക്കലും ക്രിസ്തു എന്നിലേക്ക്, ലഹരി എന്ന് പറഞ്ഞാൽ എന്താണ്? മദ്യമായിട്ടാണോ? അല്ല. നമ്മുടെ ജീവിതത്തിൽ പലർക്കും കണ്ടിട്ടില്ലേ, ചിലർ സംഗീതം ലഹരിയായി മാറുന്ന ആൾക്കാര്. ചിലരുടെ ജീവിതങ്ങളിൽ സംഗീതമായിരിക്കും അവർക്ക് എല്ലാത്തിനെക്കാട്ടും ഇമ്പോർട്ടന്റ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു എനിക്ക് ഒരു ലഹരിയായി മാറിയാൽ ആ ലഹരിക്കപ്പുറമായി മറ്റൊരു ജീവിതം എനിക്ക് കാണാൻ പറ്റത്തില്ല. എന്റെ കർത്താവിനെ, കാരണം എന്നോട് ഏറ്റവും അടുത്ത് സഹകരിച്ചുകൊണ്ടിരിക്കുന്നവരും എന്നോടത്ത് കൂടുതലായി എന്നോട് സഹകരിക്കുന്ന വ്യക്തികളൊക്കെ ചിലപ്പോൾ എന്നെ ഉപേക്ഷിച്ച്, ചിലപ്പോൾ ഞാനുമായുള്ള പ്രശ്നങ്ങളിലൊക്കെ അവരെന്ത് ചെയ്യും? നമ്മളെ ഉപേക്ഷിച്ച് അവര് കടന്നു പോകും.
ആ സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മൾ അവരോട് വീണ്ടും ചെന്ന് കൂട്ടും. കാരണം കർത്താവാണ് ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്? മാറ്റിയാണ്. കർത്താവ് മാറ്റും. ദൈവത്തിന് ഒരു വ്യക്തിയെ ആവശ്യമുണ്ടെങ്കിൽ ദൈവം ചെയ്യും. ആ വ്യക്തിയെ മറ്റുള്ളതിൽ നിന്നൊക്കെ ദൈവം ആ വ്യക്തിയെ മാറ്റിയെടുക്കും. അപ്പോൾ കാണുന്നവരും കേൾക്കുന്നവരും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പറയും. കാരണം എന്താ? ഇന്ന് ആ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, എല്ലാത്തിനേക്കാൾ ഉപരി ആ വ്യക്തി ഈശോയെ സ്വീകരിക്കുമ്പോൾ ഈശോ ആ വ്യക്തിക്ക് വഴിയായി, ജീവനായി, നാഥനായി മാറും. ചേർന്ന് പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. ഇവിടെ ഇതാ 12 വർഷം മദ്യപാനം നിർത്തിയിരുന്ന ഒരു വ്യക്തി മദ്യത്തിലേക്ക് വീണ്ടും കടന്നു ചെന്ന്, അപ്പോൾ ആ വ്യക്തി എന്നോട് പറയാണ്, ബ്രദറെ, ഇന്നത്തേക്ക് മാത്രമാണോ? ഒരിക്കലും അല്ല. കാരണം എന്താ? എന്റെ ജീവിതത്തിൽ കാലങ്ങളായി ഈ ഒരു കാര്യം ഞാൻ ഉപേക്ഷിച്ചെങ്കിലും എന്റെ മനസ്സിൽ ഇപ്പോൾ എന്തുണ്ടായിരുന്നു? എന്നെങ്കിലും ഇങ്ങനെ ഒരു അവസ്ഥ എനിക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യില്ല? ഞാൻ ആ മേഖല ഉപേക്ഷിക്കില്ല. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ക്രിസ്തു ആരാണെന്ന് മനസ്സിലാക്കണം. ക്രിസ്തു എന്തിനു വേണ്ടിയാണ് എന്നെ തെരഞ്ഞെടുത്തതെന്ന് മനസ്സിലാക്കണം. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തെ പോലെ അല്ല. അവൻ നടന്നു പോകേണ്ട വഴി ഏത് വഴിയാ? ക്രിസ്തുവിന്റെ കാൽപ്പാടുകളിലൂടെയാണ് അവൻ കടന്നു പോകുന്നത്. ഈശോ നമ്മളോട് എന്താ പറഞ്ഞത്? നീ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നീ സ്വയം പരിതപിച്ച് നിന്നിലൊരു മാറ്റം, നീ സ്വയം ഒരു മാറ്റം വരുത്തണം നിന്റെ ജീവിതത്തിൽ. നീ നേരത്തെ പോലെ വൈകുന്നേര സമയങ്ങളിൽ പ്രാർത്ഥിക്കേണ്ട സമയത്ത് റോഡിൽ പോയി നിന്ന് സംസാരിക്കാനും മറ്റുള്ളവരോട് കൂട്ടുകൂടാനും തിന്മ കാണുവാനും കേൾക്കുവാനും തിന്മ പറയുന്ന ഒരു കൂട്ടുകെട്ട്, മദ്യപിച്ച് വരുന്നവരോട് സംസാരിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടുകെട്ട്, ഇതൊന്നും ദൈവഹിതമായ മേഖലകള് അല്ല. മദ്യപാനിയായ ഒരു കൂട്ടുകാരൻ നിന്റെ കൂട്ടുകാരനായിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കൂട്ടിൽ നിന്ന് കർത്താവ് നിന്നിൽ നിന്ന് ഇറങ്ങിപ്പോകും. മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ ക്രമീകരിച്ചെങ്കിൽ മാത്രമേ ക്രിസ്തുവിനെ എന്റെ കൂടെ നിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ക്രിസ്തു നിന്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കുന്നതെന്നറിയാം? എന്താ സംഭവിക്കുന്നത്? പിന്നെന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, എനിക്ക് മരണം നേട്ടവും ക്രിസ്തു എനിക്ക്, അതെ, മരണം എനിക്ക് നേട്ടവും ക്രിസ്തു എനിക്ക് ജീവിതവുമായി മാറും. ക്രിസ്തു എന്റെ ജീവിതമായി മാറിയെങ്കിൽ മാത്രമേ മരണം എനിക്ക് നേട്ടമായി മാറൂ. എന്താണ് മരണം എന്ന് പറയുന്നത്? ഒരു വ്യക്തി മരിച്ചു പോകുന്നതിനെ കുറിച്ചാണോ? അയാളിൽ ഒരുപാട് മരണങ്ങൾ സംഭവിക്കണം ക്രിസ്തുവിലേക്ക് ആകുന്ന വ്യക്തിയിൽ. ഒന്നാമതായി സംഭവിക്കേണ്ടത് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ കോംപ്രമൈസ് ഇല്ലാത്ത രീതിയിൽ അദ്ദേഹം ക്രമീകരിക്കണം. പ്രിയമുള്ളവരെ, കുടുംബനാഥൻ മുന്നിൽ നിന്നാണ് പ്രാർത്ഥന നയിക്കേണ്ടത്. ഒരു കുടുംബത്തിൽ പ്രാർത്ഥന നയിക്കുവാൻ സ്വർഗം അധികാരവും അഭിഷേകം നൽകിയിരിക്കുന്നത് ആർക്കാ? കുടുംബനാഥനാണ്. കുടുംബനാഥൻ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കണം. അപ്പോഴാണ് ആ കുടുംബത്തിൽ എന്തുണ്ടാവുന്നത്? അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നമുക്ക് എന്ത് കാണുവാനായിട്ട് പറ്റുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബം തിരുക്കുടുംബമായി മാറണമെങ്കിൽ അവിടെ ഉണ്ടായിരിക്കേണ്ടത് ആരൊക്കെയാണ്? ഔസേപ്പിതാവ് ഉണ്ടായിരിക്കണം, പരിശുദ്ധ മറിയം ഉണ്ടായിരിക്കണം, പിന്നെയോ ഉണ്ണീശോയും ഉണ്ടായിരിക്കണം. ഇവർ 3 പേരും ഉണ്ടായിരിക്കണം. എന്നാൽ ഇന്ന് പല ഭവനങ്ങളിലും കുടുംബങ്ങളിൽ തിരുക്കുടുംബമായി കുടുംബം മാറാത്തതിന്റെ കാരണം അവിടെ ക്രിസ്തു മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഔസേപ്പിതാവ് ഉണ്ടാവില്ല. ആരാണ് ഔസേപ്പിതാവ്? കുടുംബനാഥൻ. ചില ഭവനങ്ങളിൽ കുടുംബനാഥൻ വൈകുന്നേരം ആകുമ്പോൾ ഒറ്റ പോക്കാ റോഡിലേക്ക് ഇറങ്ങി. എന്നിട്ട് എന്താ പറയുന്നത്? എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് ആൾക്കാരെ കാണാനും കേൾക്കാനും ഒക്കെ ഉണ്ട്. നമുക്ക് ചില ബന്ധങ്ങൾ ഉപേക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ നിന്നാൽ ജീവിതത്തിൽ ഒരു ജോലിയിൽ നമ്മൾ എന്താ മാറില്ല? അനുഗ്രഹം പ്രാപിക്കത്തില്ല. ചില ജോലിയിൽ നിനക്ക് ചവിട്ടുപടികളിലൂടെ കയറി പോകുവാൻ ക്രിസ്തു നിന്റെ പടികളായി മാറണമെന്നുണ്ടെങ്കിൽ ക്രിസ്തുവിന്റെ മുൻപിൽ നീ ചില മാറ്റങ്ങൾ നീ വരുത്തണം. നീ ഇന്ന് ജീവിതത്തിന്റെ ചില തലങ്ങളിൽ വീണ് കിടക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷെ അവിടെയും നിന്നെ ഉയർത്തുവാൻ ആർക്ക് സാധിക്കും? ക്രിസ്തുവിന് സാധിക്കും. എപ്പോഴാ നീ ക്രിസ്തുവിൻ്റെതായി മാറുമ്പോൾ? ഞാനൊരു ക്രിസ്തുവിന് വേണ്ടി മാറി ജീവിക്കുന്ന വ്യക്തിയാണ്. എൻ്റെ ജീവിതത്തിന്റെ അവസ്ഥകളിൽ ക്രിസ്തുവിനെ എനിക്ക് കണ്ടുമുട്ടുവാൻ സാധിക്കുന്നത് എപ്പോഴൊക്കെയാണ്? പ്രിയമുള്ളവരെ, ഈ ജീവിതം ദൈവം നൽകിയിരിക്കുന്നതാണെങ്കിൽ ഈ ജീവിതം ആർക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടത്? ക്രിസ്തുവിന് വേണ്ടിയാണ്. അവിടെയാണ് പൗലോസ്ലീഹ പറഞ്ഞ വചനം, ക്രിസ്തു എനിക്ക് പറഞ്ഞോ ജീവനും മരണം എനിക്ക് നേട്ടവുമായി മാറണം. ക്രിസ്തു എനിക്ക് ജീവനായി, മരണം എനിക്ക് നേട്ടമായി. പ്രിയമുള്ളവരെ, എന്റെ കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ ഈ ഭൂമിയിലുള്ള സകലതും എന്തായി കാണണം? ഉച്ഛിഷ്ടമായി കാണണം. പ്രിയമുള്ളവരെ, ദൈവം നൽകിയ ബോധ്യങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടുന്ന് നൽകിയ ബോധ്യങ്ങളാണ് സംസാരിച്ചത്. കർത്താവിലൂടെ ദൈവം നൽകിയ ഈ അനുഗ്രഹങ്ങള് ഇത് കേട്ട് കണ്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളിൽ ഒരു മാറ്റത്തിന് വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു. അവരുടെ ജീവിതങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുവാൻ സ്വർഗത്തിന്റെ മഹത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം.